ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ 810 പ്രോ അല്ല HVCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിൻ്റെ ഒരു വീഡിയോ ആണ്. ഇത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതേപോലെ തന്നെ അതിൽ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, അതായത് CCTV ടെക്നീഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ, ഇതിൻ്റെ മുഴുവൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 810 HVC നമ്മുടെ വീഡിയോ മീറ്റർ. ഇതാണ് ഇതിൻ്റെ മുമ്പത്തെ മോഡൽ 810 പ്രോ ആയിരുന്നു. ഇതിൻ്റെ HVC എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ഇതിൻ്റെ കൂടെ വരുന്ന പ്രോഡക്റ്റിൻ്റെ കൂടെ വരുന്ന ഡിജിറ്റൽ സാറ്റലൈറ്റ് DV മീറ്റർ SF 810 HVC, ഒരു പീസ് ഡിജിറ്റൽ മീറ്റർ തന്നെയാണ്, DV മീറ്റർ. മാനുവൽ ഒന്നുണ്ട്. F ടൈപ്പ് കണക്ടർ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. മൈക്രോ USB DC കേബിൾ ഇതൊക്കെ കാണിക്കാം. അതേപോലെ നൈലോൺ ബാഗ് മുൻപ് വരുന്ന ചില മോഡലുകൾക്ക് ചില സമയത്ത് വരികയും ചിലതിന് വരാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ MRP 8000 റുപ്പീസാണ് MRP വരുന്നത്. ഇതിൻ്റെ യഥാർത്ഥ റേറ്റ് പല ആൾക്കാരും പല റേറ്റിലാണ് ഇത് വിൽക്കുന്നത്. ഇതിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് 7000 രൂപയാണ്, 7000 സംതിങ് ആണ് ഇതിന് ലഭിക്കുന്നത്. വളരെ നല്ലൊരു മീറ്ററാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള റേറ്റ് പല ആൾക്കാരും പലതായി വിൽക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഇതിന് പറയാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ MRP 8000 രൂപയാണ്. നിങ്ങൾക്ക് 6000, 5000 മുതൽ നിങ്ങൾക്ക് മേലോട്ട് ഉള്ള റേറ്റുകൾക്ക് നിങ്ങൾക്ക് ലഭ്യമാണ് ഇത്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു കവർ. ഇതാണ് ഇതിനകത്ത് വരുന്നത്. ഈ പാക്കിങ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് നമുക്ക് AV ഇന്നും ഔട്ടും എടുക്കാൻ പറ്റുന്ന ഒരു കേബിളുണ്ട്. അതേപോലെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റർ വരുന്നുണ്ട് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. പിന്നീട് വരുന്നത് നമ്മുടെ മൈക്രോ USB. ഇതിൽ നമുക്ക് DC ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ F കണക്ടർ ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇനി ഈ മീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ AV ഇന്നും AV ഔട്ടും ഇതിന് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. ജസ്റ്റ് നമ്മൾ ഓൺ ചെയ്യുകയാണ്. ഒരു 5 സെക്കൻഡ് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതാ ഇപ്പോൾ സോളിഡ് എന്ന കമ്പനിയുടെ പേരോടുകൂടി തന്നെ ഓൺ ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇതിൻ്റെ മേലെ നോക്കുകയാണെങ്കിൽ AV ഇന്നും AV ഔട്ടും LMB ഇൻ കൊടുക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ നേരത്തെ കാണിച്ച ആ F കണക്ടർ കൊടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് ഇൻസ്റ്റാളേഷൻ. നോർമൽ നമ്മൾ പ്രോയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അതായത് SF 810 പ്രോയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. സ്പെക്ട്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇൻസ്റ്റാളേഷൻ നമുക്ക് OK ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൽ നമ്മുടെ റിസീവറിൽ എന്തൊക്കെയാണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ആൻറ്റീന സെറ്റിങ്സ്, മോട്ടോർ സെറ്റിങ്സ്, സാറ്റലൈറ്റ് ലിസ്റ്റ് ഇതൊക്കെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും താഴത്തെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ OK ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് ലോക്കൽ ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ് ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് എന്ന് ഈ കേഴ്സർ ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മേലോട്ടും താഴോട്ടും കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ
എസ്യൂംത്ത്, എലിവേഷൻ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ച ഒരു റീഡിംഗ് ആണിത്. എസ്യൂംത്തും എലിവേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വീണ്ടും മെനുവിലേക്ക് പോവുകയാണെങ്കിൽ ചാനലുകൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TV ചാനലുകൾ, റേഡിയോ ചാനലുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ചാനലുകളാണ് എന്ന് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ കണക്റ്റ് ചെയ്യാത്തതുകൊണ്ട് നോ സ്ക്രീനിലാണ് കാണിക്കുന്നത്. അതേപോലെ ഇതിനകത്ത് സെറ്റിങ്സിൽ, മെനുവിൽ മെയിൻ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, കാണാൻ പറ്റുന്നതാണ്. ഈ സെറ്റിങ്സ് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഡ്രൈവ് ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന, റിസീവറുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സിസ്റ്റം എന്നതിനകത്തേക്ക് പോവുക. അതിനകത്ത് ജസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് എന്ന ഓപ്ഷനിലേക്ക് പോവാം. ഇതിനകത്ത് നിങ്ങൾക്ക് USB അപ്ഗ്രേഡ് എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ജസ്റ്റ് കേഴ്സർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഡംപ് എന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫയൽ പാത്ത് ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഫയൽ, അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മുടെ പെൻഡ്രൈവിലേക്ക് മാറുന്നതായിരിക്കും. ഇതിൻ്റെ സ്വിച്ചുകൾ, ഇതിൻ്റെ കവറ് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ തൊടുകയാണെങ്കിൽ വളരെ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. കവറിൻ്റെ കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് അത്രയും നല്ലൊരു ഫീൽ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. പക്ഷേങ്കിൽ നമുക്ക് സേഫ്റ്റി പർപ്പസിനും വേണ്ടിയിട്ട് ഈ കവറ് വളരെയധികം ഉപകാരപ്രദമാണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് വളരെ അധികം ഉപകാരപ്പെടുന്നത് മറ്റൊന്നും കൊണ്ടല്ല, സാധാരണ ഇപ്പോൾ ചെയ്യുന്ന എല്ലാവർക്കും ക്യാമറ ടെക്നീഷ്യന്മാർ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 100%, 100% ഉണ്ട്. ക്യാമറ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ AV ഇൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ വലിയ സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് AV ഔട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. DTH ടെക്നീഷ്യന്മാർക്ക് മാത്രമല്ല, അത്യാവശ്യം ക്യാമറ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ AV ഇന്ന് കൊടുക്കുന്ന സമയത്ത് VNC to AV കൺവേർട്ടർ നമുക്ക് വാങ്ങാൻ ലഭിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് വാങ്ങിയിട്ട് വേണം നമുക്ക് ഇതോട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് USB, അതേപോലെ HDMI ഔട്ട്, അതേപോലെ തന്നെ നമുക്ക് DC ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പോർട്ടുണ്ട്, മൈക്രോ USB. അതേപോലെ തന്നെ നമുക്ക് DC ഇൻ കൊടുക്കാൻ പറ്റുന്ന, ചാർജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ USB നമുക്കറിയാം, റെക്കോർഡ് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിന് ഇതൊക്കെ ഉപയോഗിക്കാം. HDMI ആണെങ്കിലും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. അടുത്ത DC ഔട്ട്, അതായത് നമ്മുടെ ക്യാമറയ്ക്കൊക്കെ നമ്മൾ നോർമൽ DC നമുക്ക് ചാർജിങ്ങിന് വേണ്ടി, അതായത് ചാർജിങ് അല്ല, നമ്മുടെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് DC 12 വോൾട്ടാണ് കൊടുക്കുന്നത്. ആ 12 വോൾട്ട് സപ്ലൈ കൊടുത്താൽ മാത്രമേ ഒരു ക്യാമറ വർക്കാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സപ്ലൈക്ക് വേണ്ടി 12 വോൾട്ട് വേറെ എക്സ്ട്രാ കൊടുക്കേണ്ടതില്ല. ജസ്റ്റ് ഒരു ക്യാമറ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള ഔട്ട് എടുത്ത് തന്നെ ഡയറക്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നു. ഓരോ ക്യാമറയും ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒറ്റ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇന്ന് കൊടുത്തതിന് ശേഷം ഇതിൽ AV ഇന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇതിൽ നിന്ന് നമുക്ക് കണക്ഷൻ എടുത്ത് നമുക്ക് ചാർജ്, അതായത് കറണ്ട്, നമ്മൾ ക്യാമറ വർക്ക് ചെയ്യാനുള്ള കറണ്ട് നമുക്ക് DC വോൾട്ടേജ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇതിന് DC സപ്ലൈ മൈക്രോ USB വഴി 12 വോൾട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നേരെ പോകുന്നത് ഈ ഒരു കണക്ടറിലേക്കാണ് പോയിട്ടുള്ളത്, അതായത് DC ചാർജറിലേക്കാണ് പോയിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഇതിൽ നിന്നും ഔട്ട്, അതായത് നമ്മുടെ AV ഔട്ട് എടുത്തിട്ട് ഞാൻ ഈ സ്ക്രീനിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ഒരേ സമയം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്.
ഇതിൽ കാണുന്ന സെയിം മെനു നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 2 സ്പീക്കറിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു LED ബൾബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ടോർച്ച് ലൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എവിടെയും ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡായിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത് ഒരു സാറ്റലൈറ്റ് ഫൈൻഡറായിട്ടാണ് മെയിനായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം ക്യാമറ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. പവർ സപ്ലൈ ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ തീർച്ചയായിട്ടും ഒരു സാറ്റലൈറ്റ് ഫൈൻഡർ തന്നെയാണ്. നിങ്ങൾ ദയവേത് CCTV ടെക്നീഷ്യന് വേണ്ടി ഇത് വാങ്ങരുത്. നിങ്ങൾ നോർമൽ ഒരു ഡിഷ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് വാങ്ങാം. അതുപോലെ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ മീറ്റർ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഗൾഫിൽ കൊടുക്കുവാൻ വേണ്ടി വാങ്ങിയ ഒരു മീറ്ററാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെയും ബന്ധപ്പെടാവുന്നതാണ്. ഇത് ഓർഡർ പറഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് ഇന്ന് പാക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റാണ്. അതിനു മുമ്പേ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.